എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഈ സാധനങ്ങൾ ഫ്ലൈ ചെയ്യാൻ പോവാണ്. അതായത് എൻ്റെ ഈ പ്ലെയിൻ ഫ്ലൈ ചെയ്യുന്ന നിങ്ങൾ ഒരു തവണ കണ്ടിട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ ഇതും കൂടെ ഫ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കൂടെ പപ്പ ഉണ്ട്. പപ്പ വേറൊരു പ്ലെയിൻ എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ നമുക്കിന്ന് ഫ്ലൈ ചെയ്യാൻ പോകാമെന്ന് ഓർത്താണ്. 2 ദിവസം മുമ്പേ ഞാൻ ഈ 2 പ്ലെയിനും, അതായത് ആ പുറകെ ഇരിക്കുന്ന ബ്ലാക്ക് പ്ലെയിനും ആ ചെറിയ പ്ലെയിനും ഞാൻ ശരിയാക്കി വെച്ചതാണ്. പക്ഷേ ഭയങ്കര മഴയായിരുന്നു. ഇന്നലെയും മിനിങ്ങാന്ന് നല്ല മഴയായിരുന്നു. അത് കാരണം നമുക്ക് ഇന്നലെ ഒന്നും ഫ്ലൈ ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ ഓരോ മണിക്കൂർ ഇടവിട്ടായിരുന്നു മഴ. ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ തെളിഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഒരു ഗ്രൗണ്ടിൽ പോകാമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വിചാരിച്ചിരുന്നത്. പക്ഷേ ആ ഗ്രൗണ്ടിലേക്ക് പോകാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ 8 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ഗ്രൗണ്ടിലേക്ക്. ആ ഗ്രൗണ്ടിൽ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ മഴ പെയ്താലോ. അപ്പോൾ അത് കാരണം ഇവിടെ അടുത്തൊരു ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇതുവരെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. കുറച്ച് കാടൊക്കെ പിടിച്ച് കിടക്കുന്ന സ്പേസാണെന്ന് പറഞ്ഞത്. അത്യാവശ്യം സ്പേസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കാം. അവിടം വരെ പോയിട്ട് അത് ഫ്ലൈ ചെയ്യാൻ പറ്റുമോ, എന്താ കണ്ടീഷനൊക്കെ നോക്കിയിട്ട് നമുക്ക് അവിടെ പോയി ഒന്ന് ഫ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ 2 പ്ലെയിനും 2 ദിവസം മുമ്പ് റെഡിയാക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. രാത്രി ഇരുന്ന് ഞാൻ കഷ്ടപ്പെട്ട് റെഡിയാക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നിങ്ങൾ പോയി കണ്ടിട്ട് പോകുമ്പോഴത്തേനും നമുക്ക് അവിടെ ചെന്നിട്ട് ആ സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. A few moments later. അപ്പോൾ നമ്മുടെ പ്ലെയിനൊക്കെ സെറ്റാക്കി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നാളെ രാവിലെ പോയി ഫ്ലൈ ചെയ്യണം. ഇപ്പോൾ റൂമൊക്കെ വെളുപ്പറ്റി കിടക്കുകയാണ്. ഈ 2 പ്ലെയിൻ നമ്മൾ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയപ്പോൾ നാളെ രാവിലെ നമുക്ക് ഫ്ലൈ ചെയ്യാൻ പോകണം. ഇപ്പോൾ സമയം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സമയം കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 12:57. കാണാൻ പറ്റുന്നതല്ല, 12:58. 12:45 ഇതെല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് നാളെ രാവിലെ കാണാം. ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതിപ്പം കുറച്ച് ഓപ്പൺ സ്പേസ് ആണ്. കുറച്ച് കാടൊക്കെ പിടിച്ച് കിടക്കുന്നതെന്നുള്ളൂ. ഈ 2 പ്ലെയിൻസൊക്കെ അത്യാവശ്യം ഫ്ലൈ ചെയ്യാം. മറ്റേ പ്ലെയിൻ നമ്മൾ എടുത്തില്ല. കാരണം അതൊരു ലാൻഡിങ് ഒരു സ്ട്രിപ്പ് വേണം അത് ലാൻഡ് ചെയ്യാനായിട്ട്. ഈ പുല്ലിൽ അത് ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് നമ്മൾ എടുത്തില്ല. ഇത് ഈ 2 പ്ലെയിനാണ് നമ്മളിന്ന് ഫ്ലൈ ചെയ്യാൻ പോകുന്നത്. പിന്നെ അടുത്ത ദിവസം വല്ലതും വന്ന് ഈ കാടൊക്കെ ഒന്ന് ജസ്റ്റായിട്ടൊന്ന് വെട്ടി തെളിക്കുകയാണെങ്കിൽ നമുക്ക് ഹെലിയൊക്കെ ഫ്ലൈ ചെയ്യാം. പപ്പ അവിടെയുണ്ട്. പപ്പ ട്രാൻസ്മിറ്റർ കോൺഫിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്ലെയിൻ നമ്മൾ ഫ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഈ പ്ലെയിൻ ഫ്ലൈ ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. കാരണം ഇതിൻ്റെ ഞാൻ ടിക്ടോക്കിൽ മാത്രമേ ഞാനിത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, യൂട്യൂബിൽ ഇട്ടിട്ടില്ല. പിന്നെ ഈ പ്ലെയിൻ ഫ്ലൈ ചെയ്യുന്നത് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. എൻ്റെ 2ാമത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് ഞാനിത് ഫ്ലൈ ചെയ്യുന്ന ഒരു ദിവസം, കാറ്റുള്ള ഒരു ദിവസം ഫ്ലൈ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇത് സെറ്റപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഞാൻ സെറ്റപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടില്ലേ? അതായത് ഈ പ്ലെയിൻ്റെ മോട്ടറിന് ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു.
ഇപ്പം നമ്മൾ മോട്ടറൊന്ന് ചേഞ്ച് ചെയ്തായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മോട്ടർ അല്ല ഇരിക്കുന്നത്, കുറച്ച് ഹെവി മോട്ടറാണ്. എന്നാലും കുഴപ്പമില്ല, ഇപ്പോൾ ഫ്ലൈ ചെയ്യാമല്ലോ എന്ന് ഓർത്ത് വന്നതാണ്. നമുക്ക് ഫ്ലൈ ചെയ്യാൻ പോവാം. അപ്പം അപ്പോൾ ഗൈസ് നമ്മൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് ഫ്ലൈ ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പം ഇത് ഫ്ലൈ ചെയ്തിട്ട് കുറേ നാളായി. ഇത് എങ്ങനെയാണെന്ന് അറിയില്ല. മോട്ടറൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആദ്യത്തെ ഫ്ലൈറ്റാണ്. ഇപ്പോൾ ക്രാഷ് ചെയ്യുമെന്നൊന്നും അറിയില്ല. നമ്മളിത് ഫ്ലൈ ചെയ്യാൻ പോവാണ്. Open eye, feel the waves cut through me, hypnotized by the sounds I'm breathing in. Hold tight, chemicals collide. Hold tight, hold tight, hold tight. Dripping lights paint the skies, all because of you. Dripping lights paint the skies, only you can make me move. You can make me move. Can make me move. You can make me move. Can make me. ഇവിടെ ഇറക്കാനൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് പിന്നെ ഈ പുല്ലായതുകൊണ്ടാണ് ഞാനിങ്ങനെ ക്യാച്ച് പിടിച്ചത്. ആരും ഇങ്ങനെ ട്രൈ ചെയ്യരുത്. ഇതിങ്ങനെ ചിലപ്പോൾ ക്യാച്ച് പിടിച്ച് കഴിഞ്ഞാൽ പ്രൊപ്പൊക്കെ വന്ന് കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആരും ഇങ്ങനെ വന്ന് ക്യാച്ചൊന്നും പിടിക്കരുത്. ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ഇറക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ ഈ പുല്ലയിൽ ഇങ്ങനെ ഇറക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ക്യാച്ച് പിടിച്ച് ഇറക്കിയത്. ഈ പ്ലെയിനാണ് നമ്മൾ അടുത്ത ഫ്ലൈ ചെയ്യാൻ പോകുന്നത്. എഡ്ജ് 540 എന്ന് പറഞ്ഞൊരു മോഡലാണിത്. നിങ്ങൾ ഫ്ലൈ ചെയ്ത് ഒന്ന് കണ്ടതാണ്, നിങ്ങൾ ആ വീഡിയോ കണ്ടതാണ്. ഇപ്പോൾ നമ്മളിപ്പം ഇതിൻ്റെ ലൈഫൊക്കെ തീരാറായി, കാരണം ഓവർ വെയിറ്റ് ആയി തുടങ്ങി. ജസ്റ്റ് ഇനിയിപ്പോൾ ഇങ്ങനെ ഫ്ലൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. 3D ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. ആ പ്ലെയിനിലായിരിക്കും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പുതിയൊരു എണ്ണം ബിൽഡ് ചെയ്തത്. അത് പിയാജെറ്റ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലൈ ചെയ്യാം. കുറേ നാളായി ഫ്ലൈ ചെയ്തിട്ട്. അന്ന് ഫ്ലൈ ചെയ്താണ്, പിന്നെ ഫ്ലൈ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ട് ഫ്ലൈ ചെയ്യാം, കാരണം കാറ്റൊക്കെ കുറച്ച് കുറവാണ്. ഫ്ലൈ ചെയ്യാം. നമ്മളിത് ഫ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതെ, നമ്മൾ ഫ്ലൈ ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ രണ്ടും ഫ്ലൈ ചെയ്തു. ഇപ്പം കാറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പെർഫോമൻസ് ഒക്കെ ചെയ്യാൻ പറ്റി. പക്ഷേ അത് നമ്മുടെ ഫോൺ അത്ര കറക്റ്റ് അല്ലാത്തതുകൊണ്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കിട്ടിയിട്ടില്ലെങ്കിൽ ദയവായി ക്ഷമിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.